കഴിഞ്ഞ ആഴ്ച ട്രെൻഡ് ഔട്ട് ആയിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഈ ഉപ്പും മുളകും കൂട്ടി കഴിക്കുന്ന പരിപാടിയില്ലേ, അതിന് വേണ്ടി പോയതാണ് ഞാനും ഒക്കെ അവളുടെ ഹസ്ബൻഡും കൂടെ കേട്ടോ. ഉപ്പും മുളകും ഒക്കെ കൊണ്ട് ഞങ്ങൾ പോവാം. എവിടെയാണെന്നറിയോ? റിവർ ചാലക്കര റിവർ. സത്യം പറഞ്ഞാൽ പണ്ടൊന്നും ഇതിലെ തന്നെ പോവാറന്നില്ല, കാരണം ഇങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. ഇപ്പം അവിടെ ബിൽഡിങ്ങിൻ്റെ എന്തോ പാലത്തിൻ്റെ അങ്ങനെ പണി നടക്കുന്നതുകൊണ്ട് ഇതിൽ പോയത്. നവീകരണം വന്ന് ഞങ്ങളുടെ പുഴയൊക്കെ നശിച്ചു. അതെ, പൈനാപ്പിളും കൊണ്ട് പോവുക. ഇവിടെയാണെ നിറച്ച ആളുകളാണ് ഗൈസ്. ഞാനിപ്പോൾ ഇൻട്രോവേർട്ടാണ്. വേനലിൻ്റെ അധിക ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും പുഴയിലെ വെള്ളമൊക്കെ വറ്റി അങ്ങ് എത്തിയിട്ടുണ്ട്. നീരുറവ പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ടുണ്ട്. പക്ഷേ ഭൂരിഭാഗം സ്ഥലത്തും ചളിയായിരുന്നു കേട്ടോ. ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പോയി നോക്കുമ്പോൾ ഇവിടെ ആണെങ്കിൽ അത്തപ്പൂക്കൾ ഇട്ട പോലെ ഒരുപാട് ആളുകളുണ്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട്. പണ്ടൊക്കെ അച്ഛമ്മ പറയലുണ്ട്, നേരം കേട്ടാൽ നേരത്തെ വന്നാൽ യക്ഷി പിടിക്കുന്നൊക്കെ. ഒരു യക്ഷി എന്നെ പിടിക്കലേ യക്ഷിക്ക്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തിയ സമയം 5:30 കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതിലേക്ക് പോകുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഇതിലെ വരാൻ സമ്മതിക്കൂലായിരുന്നു. മറ്റേ ആ പാറയില്ലേ, ആ പാറ ആനപ്പാറയാന്ന് പറയാം. അതിൻ്റെ ഇപ്പുറം വന്നാൽ മുങ്ങിപ്പോകുന്നൊക്കെ പറയും. ഇത് മറ്റേ ഡോറേൻ്റെ പ്രയാണത്ത് പറയും പോലെ പാലവും കുന്നും മാവൊക്കെ കടന്നു വേണം പോകാൻ. ഞാൻ ഈ പാറേൻ്റെ ഇങ്ങോട്ട് വന്നു, മുങ്ങിയില്ല. പണ്ട് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച പല കാര്യങ്ങളും കള്ളത്തരമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സത്യത്തിന് ഞാൻ വെറും ഷോ ഇറക്കിയതാണ്. കാരണം പണ്ടൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. നല്ല ആയുള്ള സമയത്തൊക്കെ ഈ പാറേൻ്റെ ഇപ്പുറത്തേക്ക് വിടില്ലായിരുന്നു കേട്ടോ, കാരണം മുങ്ങിപ്പോകുന്നൊക്കെ എന്തോ മിത്തുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അവിടെ എത്തി. അവിടെ നിന്ന് ഈ ഉപ്പും മുളകും മറ്റേ ഈ സാധനം മാത്രമേ ഉള്ളായിരുന്നു, എന്ത് പൈനാപ്പിൾ. ബാക്കി ഫ്രൂട്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അതും കത്തി എടുക്കാൻ മറന്നു പോയിട്ട് അപ്പുറത്തെ വീട്ടിലുള്ള ചേച്ചീൻ്റെ അടുത്തുനിന്ന് പോയി കത്തി വാങ്ങിയപ്പോൾ ആണെന്നുണ്ട് അവർക്ക് കൊടുക്കത്ത സംശയം ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണോന്ന്. പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ കൂടുതൽ ആളുകളും. അപ്പം സംശയിക്കുന്നതിലും കാര്യമുണ്ട്. പിന്നെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് കുളി കഴിഞ്ഞു. ഇനി ഇല്ലത്തേക്കൊരു മടക്കം. അങ്ങനെ ഷഡ്ബടേന്ന് കുളിയും കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഇറങ്ങി. ലേറ്റായിട്ടുണ്ടായിരുന്നേ. കത്തിയും കൊണ്ട് ഞാൻ പോകുന്നത് അവരുടെ കൊടുക്കാനാട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അത്താത്ത. എൻ്റെ അച്ഛനെയൊക്കെ അറിയുന്ന ആളാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. കഥ എന്ന് വെച്ചാൽ വണ്ടി ഓട്ടാനുള്ള എൻ്റെ പേടിയെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈഡാ, അടുത്ത വീഡിയോ കാണാം.